ദിസ് ഇസ് അവർ ചാനൽ ഡെയിലി വ്ലോഗ്സ് ബൈ കൃഷ്ണ. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അബി എന്നാണ് ആളുടെ പേര്. അങ്ങനെയാണ് ഐ ഡിയിൽ കണ്ടത് കേട്ടോ. ഹെയർ ഓയിൽ ഏതാ യൂസ് ചെയ്യുന്നത്, അതുപോലെ ഹെയർ ഓയിൽ മേക്കിംഗ് വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടാണ് റിക്വസ്റ്റ് വന്നിട്ടുള്ളത്. പക്ഷേ ഹെയർ ഓയിൽ മേക്കിംഗ് വീഡിയോ ചെയ്യാനായിട്ട് ഇവിടുന്ന് നാട്ടിൽ കിട്ടുന്ന ഒന്നും തന്നെ ഇവിടെ കിട്ടൂല. ഞാൻ ഒരു 10ാം ക്ലാസ് മുതൽ കഴിഞ്ഞ 2004 വരെ 2024 വരെ ഞാൻ വീട്ടിലുണ്ടാക്കിയ എണ്ണയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എനിക്ക് 2024 മാർച്ചിലായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ്. ആ എൻഗേജ്മെൻറ്റ് തൊട്ട് മുന്നേ ആയിട്ട് മഞ്ഞപ്പിത്തം പിടിച്ചു. മാത്രമല്ല ഞങ്ങളുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് ഞാൻ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ ചീത്തയായിപ്പോയി. എനിക്ക് മഞ്ഞപ്പിത്തമായിട്ട് വയ്യാണ്ട് കിടപ്പിലായിപ്പോയി. ആ സമയത്ത് മഞ്ഞപ്പിത്തമായി അറിയാലോ, ഹെയർ നനയ്ക്കാൻ പറ്റില്ല, കുറേ ദിവസത്തേക്ക് തല നനയ്ക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ആയിട്ട് മുടി കൊഴിഞ്ഞു പോയി. ഒരുപാട് ഹെയർ ഫോൾ നന്നായിട്ടുണ്ടായിരുന്നു. എണ്ണ ഉണ്ടാക്കാനായിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ചീത്തയായിപ്പോയി വീട് പണിയുടെ സമയത്ത്. അപ്പം അങ്ങനെ വന്നപ്പം ഞാൻ ഒരുപാട് റിവ്യൂ ഒക്കെ നോക്കി. എനിക്ക് എൻഗേജ്മെൻ്റ് ആണ് 1 മാസം കഴിഞ്ഞ. അപ്പോൾ ഹെയർ ഓയിൽ നിർബന്ധമായി വന്നപ്പം ഞാൻ കുറേ റിവ്യൂ നോക്കി വാങ്ങിയ ഒരു സാധനമാണ് ഇത് ഭൂമിക വേദിക്സിൻ്റെ ഹെയർ ഓയിലാണിത്. ഞാനിപ്പോൾ 1 വർഷമായിട്ട് ഞാൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല ഹെയർ ഓയിലായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉള്ള ഹെയർ ഓയിലാണ്. പിന്നെ ഞാൻ റിവ്യൂ നോക്കിയിട്ടാണ് വാങ്ങിയത്. ഇവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അതേപോലെ ഇൻസ്റ്റയിൽ ഇവരുടെ പേജ് ഉണ്ട്, ഭൂമിക വേദിക്സ് അടിച്ചു കൊടുത്താൽ കിട്ടും. അതിനകത്ത് ഇവരുടെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ ഓയിൽ ഉണ്ടാക്കുന്നതാണെങ്കിലും ലൈവായിട്ട് അവർ വീഡിയോസിലൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിലൊക്കെ അവരുടെ ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പം അങ്ങനെ കണ്ടപ്പോൾ പിന്നെ അതേപോലെ ഞാൻ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ ഏതൊരു സാധനം ഞാൻ വാങ്ങിക്കുമ്പോൾ റിവ്യൂ നോക്കിയിട്ടാണ് വാങ്ങിക്കാറ്. റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ ബാഡ് കമൻസ് ഒന്നും കണ്ടില്ല. പിന്നെ ഇൻഗ്രീഡിയൻസ് നോക്കിയപ്പോൾ ഒരുവിധമൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്, ഞാൻ എൻ്റെ എണ്ണയിൽ യൂസ് ചെയ്തിരുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് കണ്ടത്. അപ്പം അങ്ങനെ വാങ്ങിയതായിരുന്നു കേട്ടോ ഇത്. അപ്പം ഇത് നല്ല ഹെയർ ഓയിലാണ്. ഇത് പക്ഷേ കുറച്ച് അത്യാവശ്യം പൈസ ഉണ്ട്. 610 രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അടക്കം വരുന്നത്. പക്ഷേ പൈസ മുടക്കിയാലും അതിനുള്ളത് ഉണ്ട് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിരുന്ന ഹെയർ ഓയിൽ 10ാം ക്ലാസ് മുതൽ ഞാൻ 2024 മാർച്ച് വരെ, ഞാൻ മാർച്ച് വരെയല്ല, തൊട്ട് മുന്നത്തെ മാസം ഫെബ്രുവരി ജനുവരി ആ സമയത്തായിരിക്കണം. മാർച്ചിലായിരുന്നു എൻഗേജ്മെൻറ്റ് 1 മാസം മുന്നെയാണ്. അപ്പോൾ ആ സമയത്ത് ആണ് എനിക്ക് മഞ്ഞപ്പിത്തം വന്ന് കിടന്ന സമയത്താണ് ഞാൻ ഹെയർ ഓയിൽ വാങ്ങി യൂസ് ചെയ്യുന്നത്. അതുവരെ ഞാൻ ഉണ്ടാക്കിയത് തന്നെയായിരുന്നു കേട്ടോ യൂസ് ചെയ്തിരുന്നത്. അപ്പം ഇതാണ് ഞാനിപ്പോൾ കറൻ്റ്ലി 1 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ. ഇനി ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിരുന്ന ഹെയർ ഓയിൽ എങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് എന്ന് പറയാം. ആ ഹെയർ ഓയിൽ കാച്ചിയിട്ടല്ല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം കാച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത് അറിയാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മൂപ്പ് ശരിയായില്ലെങ്കിൽ, അതുപോലെ അത് അതിൻ്റെ തിളയൊക്കെ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ മുടി കൊഴിയും, അല്ലെങ്കിൽ എന്താ പറയുക, നീരിറങ്ങി തലവേദനിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഉണ്ടാക്കിയ ശീലമില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളായിരുന്നു യൂസ് ചെയ്തിരുന്നതെന്ന് പറയാം കേട്ടോ. ഒന്നാമതായിട്ട് ഭൃംഗരാജ് എന്ന് പറയും, അത് കയ്യോന്നി, കഞ്ഞുണ്ണി എന്നൊക്കെ പറയും അതിന്. പിന്നെ അതുപോലെ ആര്യവേപ്പിൻ്റെ ഇല, കറിവേപ്പില, ചെമ്പരത്തിപ്പൂവ്, ചുവന്ന ചെമ്പരത്തിയുടെ പൂവാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ചുവന്ന ചെമ്പരത്തിപ്പൂവ്. പിന്നെ തുളസി, പിന്നെന്താ ഉണ്ടായിരുന്നത്, തുളസി, നെല്ലിക്ക പൊടി വാങ്ങിക്കാൻ കിട്ടും. അതല്ല എങ്കിൽ നെല്ലിക്ക വാങ്ങി ഉണക്കിയാലും മതി കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, പൂവാങ്കുറുനില എന്ന് പറയും. ഒരു വയലറ്റ് പൂവൊക്കെ ഉള്ള പാടത്തു നിന്നൊക്കെ കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ അത്, പൂവാങ്കുറുനില. ഇത് ഇത്രയും ഉണക്കി വെയിലത്തിട്ട് നല്ലപോലെ ഉണക്കണം. നമുക്കിങ്ങനെ പൊടിക്കാൻ പറ്റും. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചിടി എന്ന് പറഞ്ഞ് പൊട്ടുകയും ചെയ്യും, പൊടിക്കാനും പറ്റും. അതേപോലെ ഭൃംഗരാജ് എടുക്കുമ്പോൾ അതിൻ്റെ വേരോട് കൂടിയാണ്, വേരും ഇലയും പൂവും കായും ഒക്കെ എടുത്തിട്ടാണ് ഉണക്കാറ്. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കും. ശേഷം അത് കൈ വെച്ച് പൊടിച്ച് നമ്മൾ വെള്ളത്തിൽ എല്ലാം സമാസമാണ് എടുക്കാറ്. കുറച്ച് കൂടുതൽ എടുക്കുക ഭൃംഗരാജാണ്, ബാക്കിയെല്ലാം സമാസമാണ് എടുക്കാറ്. ഇത് ഇത്രയും നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാറാണ് പതിവ്. ഇത് നമ്മൾ ഒരാഴ്ചയെങ്കിലും ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇട്ട് വെക്കുമ്പോൾ പതുക്കെ ഈ മരുന്ന് ഇതിലേക്ക് ഇറങ്ങും.
നമ്മൾ ഈ ഉണക്കി വെച്ചിരിക്കുന്ന പച്ചമരുന്നിൻ്റെ ഒക്കെ ഗുണം നമുക്ക് ആ എണ്ണയിലേക്ക് ഇറങ്ങുന്നത്, കളർ വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെ നല്ലതായിട്ട് കളറ് മാറി വരുമ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് ഷെയ്ക്ക് ചെയ്ത് വെക്കാം. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നന്നായിട്ട് അതിലേക്ക് ഇറങ്ങും. എന്നിട്ട് പതുക്കെ അതിന് തെളി മാത്രം ഊറ്റിയെടുത്ത് വേറൊരു ബോട്ടിലേക്ക് വെക്കുകയാണ് ഞാൻ. പിന്നെ അതിൻ്റെ കൂടെ കാസ്റ്റർ ഓയിലും കൂടെ ഒഴിക്കും. ഞാൻ 500ൻ്റെ ഒരു ബോട്ടിലാണ് എടുക്കുക. അതിലേക്ക് 100 ml കാസ്റ്റർ ഓയിൽ വാങ്ങിയിട്ട് ആദ്യം ആ 100 ml കാസ്റ്റർ ഓയിൽ അതിലേക്ക് ഒഴിക്കും. എന്നിട്ട് 500ൻ്റെ ബോട്ടിൽ ഫില്ല് ചെയ്യാണ് ചെയ്യുക. അപ്പം 400 ml നമ്മൾ ഉണ്ടാക്കിയ ഓയിലും അതിലേക്ക് ഒരു 100 ml കാസ്റ്റർ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഹെയർ ഓയിൽ. ഞാൻ ഉണ്ടാക്കിയിരുന്ന ഹെയർ ഓയിൽ ഇതാണ്. 2023 2024 ഫെബ്രുവരി വരെ ഞാൻ ഇതാണ് യൂസ് ചെയ്തിരുന്നത്. വീട് പണീൻ്റെ സമയത്ത് ഞാൻ ഈ ഉണക്കി സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങൾ ചീത്തയായിപ്പോയി. പിന്നെ അത് പറിക്കാനുള്ള എനിക്ക് വയ്യാതെ കിടക്കുന്ന സമയം, അതുകൊണ്ട് അത് പോയി പറിക്കാനോ അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ ഒരുപാട് അന്വേഷിച്ചാൽ കിട്ടാവുന്ന സാധനങ്ങളാണ്. ഭൃംഗരാജ് അതേപോലെ പൂവാങ്കുറുന്നില, ഇത് രണ്ടും കിട്ടാൻ കുറച്ച് പണിയാണ്. ബാക്കിയുള്ളതൊക്കെ ഒരുവിധം നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നെല്ലിക്കാണെങ്കിലും അതേ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ലെങ്കിൽ പൗഡറായിട്ട് ഈ വൈദ്യശാലയിലൊക്കെ പോയി കഴിഞ്ഞാൽ പൗഡറായിട്ട് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ പൂവാങ്കുറുന്നിലയും പിന്നെ അതുപോലെ ഭൃംഗരാജും കിട്ടാൻ കുറച്ച് പണിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ എനിക്ക് ഹെയർ ഓയിൽ അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ ഹെയർ ഓയിൽ വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതെനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കേട്ടോ. പിന്നെ നല്ലതെന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിയത് തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിരുന്ന ഓയിലും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓയിലിനെ കുറിച്ച് പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ പച്ച വെളിച്ചെണ്ണയിൽ പച്ചമരുന്ന് ഇട്ടുണ്ടാക്കുന്ന എണ്ണയാകുമ്പോൾ നമുക്ക് പേടിക്കണ്ട. കാരണം ആർക്ക് വേണേലും ഉണ്ടാക്കാൻ പറ്റിയൊരു ഓയിലാണ്. അത് മാത്രമല്ല ഇനിയിപ്പോൾ പെട്ടെന്ന് പച്ചയ്ക്ക് ഇടുന്നതായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു ദിവസം മാറി നിൽക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു പച്ച വെളിച്ചെണ്ണ തേച്ചാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടില്ല. മറ്റേത് കാച്ചെണ്ണ തേച്ചിട്ട് പെട്ടെന്ന് പച്ച വെളിച്ചെണ്ണ തേക്കുമ്പോൾ ചിലർക്ക് നീരിറങ്ങാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതിനുണ്ടാവില്ല. എനിക്കും ഈ ഓയിൽ ഏതൊരു ഓയിലും മാറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിയും കേട്ടോ. അത് വേറൊരു കാര്യമാണ്. നമ്മൾ ഒരു ഓയിൽ തേക്കുമ്പോൾ ഒരു 2 മാസമെങ്കിലും അത് കണ്ടിന്യൂസ് തേച്ചാലേ ഹെയർ ഓയിലിൽ നമ്മുടെ ഹെയർ ഫോൾ നിൽക്കുള്ളൂ. എനിക്ക് ഈ ഓയിൽ തേച്ച് തുടങ്ങിയപ്പോൾ നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു മാസം കഴിഞ്ഞ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഹെയർ ഫോൾ കുറഞ്ഞു വരാൻ തുടങ്ങിയത്. അതിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞ ഓയിലാണെങ്കിലും നമ്മൾ ഏത് ഓയിലാണെങ്കിലും പുതിയതായിട്ട് തേക്കുമ്പോൾ ഹെയർ ഫോൾ വരും, മുടി കൊഴിയും. പിന്നെ അതിന് ശേഷം അത് ശരിയാവുള്ളൂ. നമുക്ക് ആ ഓയിൽ ശരിയായി വരണമെങ്കിൽ ഒരു മാസമെങ്കിലും എടുക്കും. കുറച്ച് നാൾ നമ്മൾ ഇങ്ങനെ ഒരു ഓയിൽ തേച്ചു, അത് തേച്ചിട്ട് ഹെയർ ഫോൾ നിൽക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പുറത്ത് വേറൊരു പരസ്യം കാണുമ്പോൾ അത് പോയി വാങ്ങിക്കും, അത് തേക്കും, അപ്പോൾ അതും നിൽക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഓയിൽ മാറ്റിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഹെയർ ഫോൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഒരു ഓയിൽ വാങ്ങുക, അത് യൂസ് ചെയ്യുക, കുറച്ച് നാൾ യൂസ് ചെയ്യുക, അപ്പോഴേ അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഹെയർ ഓയിൽ ഏതാണെന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ മനസ്സിലാവും. വെറും 366 സബ്സ്ക്രൈബേഴ്സ് എങ്ങാണ്ടേ ഉള്ളൂ എനിക്ക്. അപ്പോൾ ഇതൊരിക്കലും പ്രൊമോഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഞാൻ ഒരു ബ്രാൻഡ് പറഞ്ഞ് അത് വാങ്ങിപ്പിക്കാനുള്ള ഇതോ ഒന്നും അല്ലാന്ന് നിങ്ങൾക്ക് ബോധമുള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നോക്കി വാങ്ങിക്കുക. എന്നോട് ഞാൻ ഏത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏതൊരു ഓയിൽ വാങ്ങിക്കുമ്പോഴും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുക, അതേപോലെ കസ്റ്റമർ റിവ്യൂ നോക്കുക, എന്നിട്ട് വാങ്ങിക്കുക കേട്ടോ. ഭൃംഗരാജ്, അതേപോലെ ഇത് അംല, അതായത് നെല്ലിക്ക, പിന്നെ കറ്റാർവാഴ, പിന്നെ നിലംബരണ്ട, പിന്നെന്താ പൂവാങ്കുഴുന്നില, ഇതൊക്കെ നല്ല സാധനങ്ങളാണ് മുടിക്ക്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, തുളസി നീരിറക്കത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ നീലാമരി നല്ലതാണ്. ഹെയറിൻ്റെ കറുപ്പ് നിറം കൂടാനൊക്കെ നീലാമരി നല്ലതാണ്. ഞാൻ നീലാമരിയുടെ ഇലയും ഉണക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നീലാമരിയുടെ ഇല ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ആ എണ്ണയ്ക്ക് ഒരു പ്രത്യേക കളറൊക്കെ വരും നീലമരിയുടെ ഇല പൊടിച്ചിട്ട്. ഞാനത് നേരത്തെ പറയാൻ മറന്നാണ്. അങ്ങനെ കുറച്ച് നല്ല സാധനങ്ങൾ ഉണ്ടോയെന്ന് നോക്കുക. മെയിനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അതിനകത്ത് ഉണ്ടോയെന്ന് നോക്കിയിട്ടും അതേപോലെ അതിൻ്റെ കസ്റ്റമർ റിവ്യൂ നോക്കിയിട്ടും മാത്രം ഹെയർ ഓയിൽ വാങ്ങിച്ച് യൂസ് ചെയ്യുക. വാങ്ങി യൂസ് ചെയ്യണ ആൾക്കാർ ഉറപ്പായിട്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമെങ്കിലും യൂസ് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് നിങ്ങൾ എത്ര തന്നെ തേച്ചിട്ടും കാര്യമില്ല. മാറി തേച്ചുകൊണ്ടിരുന്നാൽ മുടി അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും.
ഒരു മാസമെങ്കിലും ഒരു ഹെയർ ഓയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് മാറ്റമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പരീക്ഷിക്കാം. പക്ഷേ ഒരു മാസമെങ്കിലും ഒരു ഓയിൽ തേക്കുക. പുതിയതായിട്ട് എന്ത് സാധനം നമ്മൾ ഹെയർ ഓയിൽ ഇട്ടോ, പുതിയതായിട്ട് ഏത് ഹെയർ ഓയിൽ നമ്മൾ പരീക്ഷിച്ചാലും തുടക്കത്തിൽ കുറച്ച് ഹെയർ ഫോൾ ഉണ്ടാവും. എനിക്കുണ്ടായിരുന്നു. അത് മാറി വരും. ഞാനിപ്പോൾ 2 ഹെയർ ഓയിൽ ഞാൻ ഉണ്ടാക്കിയ ഓയിൽ തേച്ച് തുടങ്ങിയപ്പോഴാണെങ്കിലും ഇത് തേച്ച് തുടങ്ങിയപ്പോഴാണെങ്കിലും അതെ എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ്. എനിക്ക് എൻ്റെ അമ്മയുടെ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തൊരു താത്തയുണ്ട്, ഖദീജ താത്ത. പുള്ളിക്കാരിയാണ് അമ്മയുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഓയിൽ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ. അങ്ങനെയാണ് ഞങ്ങൾ ഓയിൽ ഉണ്ടാക്കി തുടങ്ങിയത് കേട്ടോ ഇങ്ങനത്തെ. അപ്പം ഇങ്ങനെ ഇതാവുമ്പോൾ എളുപ്പമാണ്. നമുക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. ഇനി ഓയിൽ ചീത്തയായി പോവോ, അല്ലെങ്കിൽ ഇതിൻ്റെ മൂപ്പ് കൂടുമോ, തിളയ്ക്കുന്നത് കൃത്യമായില്ലെങ്കിൽ ചീത്തയായി പോവോ എന്നൊക്കെയുള്ള പേടിയൊന്നും വേണ്ട. ധൈര്യമായിട്ടാണ് നമുക്ക് ഉണക്കി പൊടിച്ച് ആവശ്യത്തിന് നമുക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണോ അതൊക്കെ ഉണക്കി പൊടിച്ച് കോക്കനട്ട് ഓയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ കാസ്റ്റർ ഓയിലും കൂടി ആഡ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. അതേപോലെ നമ്മൾ വാങ്ങിക്കുന്ന എണ്ണയാണെങ്കിലും അതെ കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അബി എന്ന് പറഞ്ഞ കുട്ടിയാണ് കേട്ടോ. ഞാൻ ID കൊടുക്കാം. കുട്ടിയാണോ ചേട്ടനാണോ ചേച്ചിയാണോ ഒന്നും അറിയില്ല. അബി എന്ന് മാത്രമേ അതിലുള്ളൂ. അപ്പോൾ ഞാൻ മെസ്സേജും കൂടെ ഞാൻ ഇതിൽ കൊടുത്തേക്കാം കേട്ടോ വീഡിയോയിൽ. അപ്പം ആ ആള് റിക്വസ്റ്റ് ചെയ്ത പ്രകാരമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പം നമ്മളെ വീഡിയോസ് ഇനിയും കാണാം. ഇതേപോലെ എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ, വീഡിയോ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. ഏത് വിഷയത്തിലാണേലും അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യും. അതിനെനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി അറിയാത്ത കാര്യമാണെങ്കിൽ ഞാനത് തുറന്ന് പറയുകയും ചെയ്യും. അപ്പോൾ പുതിയതായിട്ട് നമ്മളെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.